ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്ന മണിയമ്മയും കൂട്ടിക്കൊണ്ട് ഇന്ദു വീട്ടിലേക്ക് വരികയാണ്. തുടർന്ന് മിഥുൻ എന്തായി മണിയമ്മയെ ഡോക്ടറെ കാണിച്ചോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മണിയമ്മയാണ് മിഥുനോട് പറയുന്നത്, എന്നെ ഡോക്ടറെ കാണിച്ചു, നിങ്ങളെല്ലാവരും പറഞ്ഞത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നല്ലേ, നിങ്ങൾക്കാണ് വട്ടെന്ന് പറയുകയാണ്. എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറയുകയാണ്, എനിക്ക് നല്ല ഓർമ്മക്കുറവുണ്ടെന്ന് പറയുകയാണ്. അതിനുവേണ്ടി ഡോക്ടർ എനിക്ക് മരുന്നുകൾ എഴുതി തന്നിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് മണിയമ്മ അകത്തേക്ക് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് മിഥുൻ പിന്നെ ഇന്ദുവിനോട് എന്താണ് ഈ മണിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്, എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഇന്ദു ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. മണിയമ്മ ഗൂഢോത്രം ചെയ്ത ആ മുട്ട കഴിച്ചു, അതിനുശേഷം മണിയമ്മയുടെ ഓർമ്മ പോയെന്നാണ് മണിയമ്മ കരുതിയിരിക്കുന്നത്. അതിന്റെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അതിനുശേഷം കാണിക്കുന്നത് രാഹുലിനും ലക്ഷ്മിയുമാണ്. മുരളിയേട്ടന്റെ കവിളിൽ ശൂലം കുത്തി മുരളിയേട്ടനെയും രജനിയും ഭിക്ഷയാചിക്കുന്നതിന് വേണ്ടി വിട്ടിരിക്കുകയാണ്. തുടർന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് നമ്മളിങ്ങനെ നടന്നാൽ മതിയോ, നമുക്കും പ്രണയിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പ്രണയമെല്ലാം മുടങ്ങി കിടക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ലക്ഷ്മി പിന്നെ രാഹുലിനോട് ആര് പറഞ്ഞു നമ്മുടെ പ്രണയം മുടങ്ങി കിടക്കുകയാണെന്ന്, നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ട് പ്രണയിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം ലക്ഷ്മിയും രാഹുലും പിന്നെ സംസാരിക്കുന്നത് പാട്ട് പാടിക്കൊണ്ടാണ്. ഒരു അന്താക്ഷരി കളിച്ചുകൊണ്ടാണ് രണ്ടുപേരും പ്രണയിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. തുടർന്ന് രാഹുൽ തന്നെ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, മതി ഈ അന്താക്ഷരി കളി മതി എന്ന് പറയുകയാണ്. വാ നമുക്ക് മുരളിയേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറയുകയാണ്. ചിലപ്പോൾ മുരളിയേട്ടനും രജനിയും വഴിപാടെല്ലാം നിർത്തി മടി പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടാകും നമ്മളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി. നമുക്ക് അതൊക്കെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ലക്ഷ്മി രാഹുൽ വേഗത്തിന് കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ശേഷം കാണിക്കുന്ന കുറുപ്പിനെയും വൈശാഖിനിയുമാണ്. അവരെങ്ങോട്ടോ പോകുന്നതിന് വേണ്ടി കാർ എടുക്കാൻ നോക്കുമ്പോൾ കാർ സ്റ്റാർട്ട് ആകുന്നില്ല, കാറിന്റെ പെട്രോൾ എല്ലാം തീർന്ന് കിടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ക്ഷീണിച്ച് അവശയായി കൊണ്ട് രജനി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ രജനിയുടെ ഈ വരവ് കണ്ട് കുറുപ്പ് പിന്നെ രജനിയോട് നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് രജനി ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. മുരളിയേട്ടൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി കവിളിൽ ശൂലം കുത്തി ഭിക്ഷ യാചിക്കുകയാണെന്ന് പറയുകയാണ്, വഴിപാടാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കുറുപ്പും വൈശാഖൊക്കെ ഞെട്ടുകയാണ്. മുരളിക്ക് ഇങ്ങനെ ഒരു ഭൂതോദയം എങ്ങനെയുണ്ടായി എന്ന് ചോദിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കുറുപ്പ് രജനിയെ കളിയാക്കുകയാണ്. മുരളിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്നത് ശരി തന്നെ, പക്ഷെ എന്തിനാണ് നീ അതിന് പിന്നാലെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നീയല്ലല്ലോ നടക്കേണ്ടത് പ്രഭിതിയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് രജനിക്ക് ദേഷ്യം വരികയാണ്. വെറുതെ ഈശ്വര കാര്യത്തിൽ വെറുതെ കളിയാക്കിയാലുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് കുറുപ്പും വൈശാഖും പിന്നെ രജനിയോട് വീണ്ടും ചോദിക്കുകയാണ്, മുരളി ഇങ്ങനെ നടക്കുന്നവനല്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് രജനി പിന്നെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് രജനിക്ക് ഒരു കോൾ വരികയാണ്. ശാരദാമ്മയാണ് വിളിക്കുന്നത്, നിങ്ങൾ ഇത് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് രജനി പിന്നെ ശാരദാമ്മയോട് പറയുന്നത് മുരളിയേട്ടൻ കവിളിൽ ചൂലും കുത്തി വഴിപാട് നടത്തുകയാണെന്ന് പറയുകയാണ്. ഞാനും മുരളിയേട്ടനും കൂടി ഭിക്ഷയാചിച്ച് വഴിപാട് നടത്തുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുകയാണ്. തുടർന്ന് ശാരദാമ്മ പിന്നെ ലക്ഷ്മിയുടെയും സൂര്യന്റെയും കാര്യം ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് രജനി പിന്നെ ശാരദാമ്മയോട് പറയുന്നത് അവർ ഞങ്ങൾക്കൊപ്പം ഇല്ല എന്ന് പറയുകയാണ്. ലക്ഷ്മി സൂര്യനൊക്കെ ഫുൾ ടൈം കറക്കമാണെന്ന് പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ഞങ്ങൾ വഴിപാട് ശരിക്കും നടത്തുന്നില്ലേ എന്ന്. അത് കഴിഞ്ഞാൽ അവർ കാറെടുത്ത് വീണ്ടും ചുറ്റിക്കറങ്ങാൻ പോകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശാരദാമ്മയും ജാനകിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് പപ്പി ആന്റി പറയുന്നത് അതിലിപ്പോൾ എന്താണ് തെറ്റെന്ന് ചോദിക്കുകയാണ്. അവർ യുവമിഥുനങ്ങളല്ലേ, അവര് കറങ്ങിക്കോട്ടെ എന്ന് പറയുകയാണ് പപ്പി ആന്റി. എന്നാൽ ഈ സമയത്ത് രജനിയുടെ തൊട്ടപ്പുറത്തുള്ള കുറുപ്പ് രജനിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി ശാരദാമ്മയോട് സംസാരിക്കുകയാണ്. കുഞ്ഞുങ്ങളുണ്ടാകാൻ ശൂലം കുത്തി വഴിപാട് നടത്തുന്നത് മുരളിയാണ്, പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുഞ്ഞുണ്ടാകുന്നത് ലക്ഷ്മിക്കായിരിക്കും എന്ന് പറയുകയാണ്. ലക്ഷ്മി അധികം വൈകാതെ തന്നെ ഗർഭിണിയാകുമെന്ന് പറയുകയാണ്. എന്നുള്ളത് കേട്ട് ശാരദാമ്മ ജാനകിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. അതേസമയം പപ്പി ആന്റിക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ സൂര്യന്റെ കുഞ്ഞിനെ ലക്ഷ്മി പ്രസവിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് ഓർമ്മ വരും, ലക്ഷ്മി സൂര്യനെ തിരിച്ചറിയും. തുടർന്ന് ലക്ഷ്മി സൂര്യന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുമെന്ന് പറയുകയാണ്. അതിനുശേഷം കുറുപ്പിനൊരു നാക്കുപിഴ സംഭവിക്കുകയാണ്. ലക്ഷ്മിക്കും രാഹുലിനും ഉണ്ടായ കുഞ്ഞ് എവിടെയാണെന്ന് ഈശ്വരന് പോലും അറിയില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് രജനി ഒന്ന് ഞെട്ടുകയാണ്. എന്നാൽ ഈ സമയത്ത് ശാരദമ്മ പിന്നെ കുറുപ്പിനോട് ദേഷ്യപ്പെടുകയാണ്, വെറുതെ അനാവശ്യം പറയരുത്, ലക്ഷ്മിയുടെയും രാഹുലിന്റെയും കുഞ്ഞ് മരിച്ചുപോയി, ആ കുഞ്ഞ് ഇപ്പോൾ ഈശ്വരന്റെ അടുത്ത് തന്നെയുണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷം കുറുപ്പും ശാരദാമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൂടെ വഴക്കടിക്കുകയാണ്. ഫോൺ വെച്ച ശേഷം രജനി പിന്നെ കുറുപ്പിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അങ്കിൾ എന്താണ് ശാരദാമ്മയോട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മിയുടെയും രാഹുലിന്റെയും കുഞ്ഞ് മരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെന്താണ് ആ കുഞ്ഞ് എവിടെയാണെന്ന് ഈശ്വരന് പോലും അറിയില്ല എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. സത്യം പറ അങ്കിളെ, ലക്ഷ്മിയുടെയും രാഹുലിന്റെയും കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കുറുപ്പ് പൈസയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് കുറുപ്പ് രജനിയോട് അയ്യോ സത്യമായിട്ടും ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് രജനി പിന്നെ കുറുപ്പിനോടും വൈശാഖിനോടും പറയുന്ന പണ്ട് സുധീഷ് ഏട്ടൻ ജയിലിലായിരുന്ന സമയത്ത് ലക്ഷ്മിയുടെയും രാഹുലിന്റെയും കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ അന്ന് അത് കാര്യമാക്കിയില്ല, ഒരു പിച്ചിമ്പയും പറയുന്നതായിട്ട് മാത്രമേ ഞാൻ കണക്ക് കൂട്ടിയുള്ളൂ എന്ന് പറയുകയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ്.
എന്നാൽ അത് കേട്ട് കുറുപ്പും വൈശാഖനും വീണ്ടും രജനിയോട് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ലക്ഷ്മിയുടെ കുഞ്ഞ് മരിച്ചു പോയെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കുറുപ്പും വൈശാഖും വേഗം തന്നെ അവിടെ നിന്ന് തടി തപ്പുകയാണ്. എന്നാൽ കുറുപ്പും വൈശാഖും പറഞ്ഞതൊന്നും രജനി വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഇതിൽ എന്തൊരു കള്ളക്കളിയുണ്ടെന്ന് രജനി ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. അതേസമയം കുറുപ്പ് പറഞ്ഞ കാര്യങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ജാനകി അവിടെ പരദൂഷണം തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ശാരദാമ്മേ, സൂര്യന്റെയും ലക്ഷ്മിയുടെയും ബന്ധം ശരിയല്ലാന്ന്. എന്നാൽ അത് കേട്ട് പപ്പിയാന്റിക്ക് ദേഷ്യം വരികയാണ്. നീ എന്തിനാണ് വീണ്ടും വീണ്ടും സൂര്യനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. കുറച്ചു മുമ്പ് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും എന്നെ കൊണ്ട് നീ അത് വീണ്ടും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പപ്പിയാന്റി വീണ്ടും ജാനകിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ശാരദാമ്മ ഇവരുടെ വഴക്കിൽ ഇടപെടുകയാണ്. ശാരദാമ്മ പിന്നെ രണ്ടുപേരോടും കൂടി പറയുന്നത്, ഇനി വീണ്ടും താലി കെട്ടാതെ ലക്ഷ്മി ഒരിക്കലും സൂര്യന്റെ മുറിയിൽ കിടക്കുകയില്ല എന്ന് ലക്ഷ്മി എനിക്ക് സത്യം ചെയ്ത് തന്നിട്ടുള്ളതാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് പപ്പിയാന്റി പിന്നെ അർത്ഥം വെച്ചുകൊണ്ട് ശാരദാമ്മയോട് പറയുന്നത് അതിനൊരു മുറിയിൽ കിടക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. അവർ രണ്ടുപേരും യുവമിഥുനങ്ങളാണ്, രാത്രി ഒരു മുറിയിൽ കിടന്നുറങ്ങിയിട്ട് വേണ്ട എന്നൊക്കെ പറയുകയാണ്. എന്തോ അർത്ഥം വെച്ച് പറയണതാണ്. എന്നാൽ അത് കേട്ട് ശാരദാമ്മയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് പപ്പിയാന്റി ശാരദാമ്മയുടെ എനിക്ക് എന്തായാലും സൂര്യന്റെയും ലക്ഷ്മിയുടെയും കുഞ്ഞിനെ താലോലിക്കാൻ കൊതിയാകുന്നു എന്ന് പറയുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പപ്പിയാന്റി അവിടുന്ന് പോവുകയാണ്. എന്നാൽ പപ്പിയാന്റി പറയുന്ന കാര്യങ്ങൾ കേട്ട് ശാരദാമ്മയ്ക്ക് ഞെട്ടി കീളി പോയി നിൽക്കുകയാണ്. തുടർന്ന് പപ്പിയാന്റി അവിടുന്ന് പോയ ശേഷം ജാനകി പിന്നെ ശാരദാമ്മയോട് പറയുന്നത്, പപ്പിയാന്റി പറഞ്ഞതിന് കാര്യമുണ്ട് ശാരദാമ്മേ. അങ്ങനെ ഈ കാര്യത്തിൽ പപ്പിയാന്റി പറഞ്ഞതാണ് സത്യമെന്ന് ജാനകി ശാരദാമ്മയോട് പറയുകയാണ്. ലക്ഷ്മി സൂര്യനും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് ജാനകി സ്ഥാപിച്ചെടുക്കുകയാണ്. തുടർന്ന് ജാനകി പിന്നെ ശാരദാമ്മ തന്നെ സൂര്യനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശാരദാമ്മ പിന്നെ ജാനകിയോട് ഞാൻ എങ്ങനെയാണ് ഈ കാര്യം സൂര്യനോട് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ചെയ്യേ, ജാനകി മിഥുനോട് വരാൻ പറ, നമുക്ക് മിഥുനെ കൊണ്ട് സൂര്യനോട് സംസാരിപ്പിക്കാം എന്ന് പറയുകയാണ്. അവർ രണ്ടുപേരും ഒരു പ്രായക്കാരായതുകൊണ്ട് സൂര്യനോട് സംസാരിക്കാൻ മിഥുനാണ് നല്ലതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജാനകി തലയാട്ടിക്കൊണ്ട് ഫോൺ എടുക്കുകയാണ് മിഥുനെ വിളിക്കുന്നതിന് വേണ്ടി. അതിനുശേഷം കാണിക്കുന്നത് രജനിയും മുരളിയുമാണ്. രണ്ടുപേരും ക്ഷീണിച്ച് അവശയായി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ലക്ഷ്മിയും രാഹുലും കൂടി വരികയാണ്, കാറിൽ വന്നിറങ്ങുകയാണ്. എന്നാൽ മുരളിയും രജനിയും കൊതിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു ലക്ഷ്മി ജ്യൂസും കുടിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നാൽ അത് കാണുമ്പോൾ തന്നെ കൊതിയായിട്ടാണ് മുരളിയും രജനിയും എല്ലാം നിൽക്കുന്നത്. തുടർന്ന് രാഹുൽ പിന്നെ രജനിയോടും മുരളിയോടും പറയുന്നത് ദീപാരാധന കഴിയുന്നവരെ നിങ്ങൾ രണ്ടുപേരും ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്, കുടിക്കാനും പാടില്ല. എന്നാൽ അത് കേട്ട് രജനി ഞാൻ എന്തിനാണ് കുടിക്കാതെയും കഴിക്കാതെയും ഇരിക്കുന്നത്, ഞാനല്ലല്ലോ വഴിപാട് നടത്തുന്നത്. എന്നാൽ അത് കേട്ട് രാഹുൽ പിന്നെ ഇവരോട് പറയുന്നത് രജനേച്ചി ഈ വഴിപാടിന്റെ ഭാഗമാണെന്ന് പറയുകയാണ്. രജനേച്ചിക്ക് കുട്ടികളൊക്കെ ഉണ്ടാകും, പക്ഷെ രജനേച്ചിയുടെ കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടി രജനേച്ചി ഇതിൽ തടസ്സം നിൽക്കരുതെന്ന് പറയുകയാണ്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് രജനിയെ പേടിപ്പിക്കുകയാണ്. അതിനുശേഷം രാഹുൽ പിന്നെ ലക്ഷ്മിയുടെ കയ്യിലുള്ള ജ്യൂസ് വാങ്ങി കുടിക്കുകയാണ്. അതിനുശേഷം ജ്യൂസിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. തുടർന്ന് രാഹുൽ പിന്നെ മുരളിയേട്ടനോട് പറയുന്നത് മുരളിയേട്ടൻ ഇപ്പോൾ ഒന്നും തന്നെ കഴിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ജ്യൂസ് പോലും കുടിക്കാൻ സാധിക്കില്ല, വെള്ളം കുടിച്ചാൽ പോലും കവിളിലുള്ള ഓട്ടയിലൂടെ അത് പുറത്തേക്ക് വരും. എന്നാൽ ഈ സമയത്ത് മുരളിയും രജനിയും രാഹുലിന്റെയും ലക്ഷ്മിയുടെയും കയ്യിലുള്ള ജ്യൂസ് കണ്ട് വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ലക്ഷ്മി പിന്നെ രാഹുലിനോട് പറയുന്നു രാഹുൽ എനിക്ക് വിശക്കുന്നു, രാഹുൽ നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചാലോ എന്ന് പറയുകയാണ്. തുടർന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് ഒരു കുട്ടേട്ടന്റെ കടയെ കുറിച്ച് പറയുകയാണ്. അതിനുശേഷം ആ കടയിലുള്ള സകല സാധനങ്ങളെ കുറിച്ചും രണ്ടുപേരും വർണ്ണിക്കുകയാണ്. തുടർന്ന് രാഹുലും ലക്ഷ്മിയും ഓരോ കറികളുടെ പേരും പറഞ്ഞ് മുരളിയും രജനിയും കൊതിപ്പിക്കുകയാണ്. അതിനുശേഷം രാഹുലും ലക്ഷ്മിയും നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് ആകെ വിശന്ന് സങ്കടപ്പെട്ടുകൊണ്ടാണ് മുരളിയും രജനിയും നിൽക്കുന്നത്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.